ഇന്ന് നല്ല രുചിയുള്ള ഒട്ടും കട്ടയില്ലാത്ത നല്ലൊരു ഗോതമ്പ് പുട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു അര സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പകുതി സവാളയാട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് അരിഞ്ഞതും കുറച്ച് മുരിങ്ങയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വാടി വരട്ടെ. നല്ലതുപോലെ വാടി വരുമൊന്നും വേണ്ട. ഒരു ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. ഇത് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നനച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ചെടുത്താൽ മതി, വെള്ളം കൂടി പോകരുത്. ഇത് നനച്ചെടുക്കുമ്പോൾ കട്ട പോലെയൊക്കെ ഉണ്ടാവും, അത് സാരമില്ല. ഇത് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കണം. ഇതിനി മിക്സിയിൽ വെച്ച് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഒട്ടും കട്ടയില്ല കേട്ടോ, നല്ല പൊടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. നല്ലൊരു ടേസ്റ്റും മയമൊക്കെ കിട്ടാനാണ്. ഇനി നമ്മൾ എടുത്തു വെച്ച മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കല്ലേ. ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പുട്ടും കുറ്റിയിലേക്ക് മാറ്റി കൊടുക്കാം. സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ എങ്ങനെയാണെങ്കിലും ഇതിലേക്ക് എടുത്തിട്ട് കൊടുക്കാം. ഇനി ഇത് ആവിയിൽ നമുക്ക് വേവിച്ചെടുക്കണം. ആവിയൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. നമുക്കിതിന്ന് മാറ്റാം. ഈ പുട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതിന് കറിയൊന്നും വേണ്ടത് കഴിക്കാൻ.
നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണേ. നല്ലൊരു ഹെൽത്തി പുട്ടും കൂടിയാട്ടോ ഇത്.